ഈ വയനാടുണ്ടായ പ്രകൃതി ദുരന്തം അത് നമ്മുടെ നാടിനേറെ വേദനയുണ്ടാക്കിയിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ആ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സേവന പ്രവർത്തനവുമായി ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ കഴിഞ്ഞ 15 ദിവസമായി വളരെ സജീവമായി അവിടെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. വിവിധ സേനകളുടെ സഹായത്തോടുകൂടി സജീവമായി തിരച്ചിൽ പ്രവർത്തനം ഇപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിൽ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ തെരച്ചിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഈ തെരച്ചിൽ പ്രവർത്തനം തുടരുന്ന ദിവസം വരെ ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാവും എന്നാണ് അറിയിക്കാനുള്ളത്. ഇന്നിപ്പോൾ ചാലിയാറിന്റെ തീരത്ത് ഡിവൈഎഫ്ഐയുടെ 100-ൽ കൂടുതൽ വളണ്ടിയർമാർ ആ പ്രവർത്തനത്തിൽ നിലമ്പൂർ കാടുകളുടെ ഭാഗത്ത് അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. തുറന്നുള്ള ദിവസങ്ങളിലും ഡിവൈഎഫ്ഐ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള നിരവധി ആളുകൾ അവരെല്ലാം സാധാരണ നിലയിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവരാണ്. സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചടവും അങ്ങനെയെല്ലാമുള്ള പ്രക്രിയയിൽ കൂടിയാണ് അവർ ആ ദുരന്തത്തിന്റെ ആ നിമിഷം വരെ കടന്നുപോയിട്ടുള്ളത്. പക്ഷെ ആ ദുരന്തത്തിന് ശേഷം ചില സ്വകാര്യ ബാങ്കുകൾ ഇപ്പോൾ ദുരന്തത്തിന്റെ അവശേഷിക്കുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് പണം തിരിച്ചടക്കണം എന്നൊക്കെയുള്ള ആവശ്യം മുൻനിർത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അത് ഒട്ടും മനുഷ്യത്വപരമായ സമീപനമല്ല. ഈ മനുഷ്യത്വപരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആ ദുരന്തബാധിത പ്രദേശങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് അങ്ങേയറ്റം മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും ഒരാളോട് അത്തരം സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ വന്ന് പണത്തിനാവശ്യപ്പെടുകയോ ലോൺ അടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരം ഉണ്ടാവുകയോ ചെയ്താൽ അത്തരം ബാങ്കുകളിലേക്ക് ഡിവൈഎഫ്ഐ ശക്തമായ സമരം സംഘടിപ്പിക്കും എന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. ഞങ്ങളിപ്പോ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ സംസ്ഥാന ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പൊ അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പെരുമാറാൻ വേണ്ടി കഴിയുന്നത്? അവർക്കിനി തിരിച്ചുപോയ അവരുടെ സ്ഥലം പോലും അവിടെയില്ല. ആ സ്ഥലം ഈട് നൽകിയിട്ടാണ് അവർ വായ്പ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ആ ഈട് നൽകിയെടുത്തിട്ടുള്ള വായ്പയുടെ മേൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഭാഗമായി ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു വാർത്ത വന്നാൽ അത്തരം ബാങ്കുകൾ മാനന്തവാടിയിലും വയനാട്ടിലും പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളെ അണിനിരത്തിയിട്ട് ഡിവൈഎഫ്ഐ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവന ഉപാധികൾ, ഇപ്പം വാഹനങ്ങൾ ഉള്ള ആളുകളുണ്ട്, പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ട അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് തുറന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇങ്ങനെയുള്ള ജീവനോപാധികൾ അടിയന്തരമായും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ സർക്കാരിന്റെ പുനരധിവാസ പാക്കേജിൽ അത്തരം കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാക്കി കൊടുക്കണം എന്നും ഡിവൈഎഫ്ഐ ഇന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും കേരള ബാങ്ക് അവരുടെ ലോണുകൾ എഴുതിത്തള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ സമീപനം മറ്റ് ബാങ്കുകളും സ്വീകരിക്കണം. അപ്പൊ മറ്റ് ബാങ്കുകളിൽ അങ്ങനെയുള്ള സമ്മർദ്ദം ചെലുത്തണം എന്നുകൂടി മുഖ്യമന്ത്രിയോട്, ഗവൺമെന്റിനോട് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതില് ഡിവൈഎഫ്ഐ അല്ല, ഞങ്ങൾ പറഞ്ഞത് അവിടെയുള്ള വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ട് ഒരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ അത് ഗവൺമെന്റ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, ആ ചർച്ച. അപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമാവും. ഞങ്ങളിപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം,
കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് വളരെ വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു ഫണ്ട് കളക്ഷൻ രീതിയാണ് ഡിവൈഎഫ്ഐ അവലംബിച്ചത്. അത് ചായക്കട നടത്തിയിട്ടും അതുപോലെ തന്നെ വിവിധ ജോലികൾ എടുത്തും അധ്വാനം, അതുപോലെ തന്നെ ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു യൂണിറ്റ് കമ്മിറ്റി 11,000 രൂപ ശേഖരിച്ചു. അത് ഇടുക്കിയിൽ നിന്ന് ചക്ക സംഭരിച്ച് ടൗണിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ്. അപ്പൊ ചക്ക വിറ്റിട്ട് 11,000 രൂപ സമാഹരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഒരു മേഖലാ കമ്മിറ്റി ഈ ഡിവൈഎഫ്ഐയുടെ ഈ വീട് നിർമ്മാണ പദ്ധതി അറിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എന്റെ ഒരേക്കർ പറമ്പിലുള്ള തെങ്ങിൽ കയറിയിട്ട് തേങ്ങ മുഴുവൻ നിങ്ങൾ പറിച്ചെടുത്തുള്ളൂ. പിറ്റേ ദിവസം 100 കണക്കിന് ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ തെങ്ങിൽ കയറി തേങ്ങ പറിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഈ ഫണ്ടിലേക്ക് മാറ്റിയ അനുഭവം ഉണ്ടായി. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ചായക്കട നടത്തിയും ഒക്കെ പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിലേക്കാണ് ഡിവൈഎഫ്ഐ പോകുന്നത്. ഈ ഫണ്ടുമായി സഹകരിക്കുന്ന എല്ലാവരോടും ഡിവൈഎഫ്ഐക്കുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി ഞങ്ങളോട് ഇന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പരമാവധി ഇപ്പോ നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ 25-ൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിലധികം വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം ഇപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി പണം കണ്ടെത്തൂ. അത് കഴിഞ്ഞ് ഈ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഡിവൈഎഫ്ഐക്ക് സഹകരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. പരമാവധി പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ കൊടുത്തതിൽ നമുക്കറിയാം, നിങ്ങളിൽ തന്നെ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ വാഹന ലോൺ എടുത്തവർ, ഉപകരണ ലോൺ എടുത്തവരൊക്കെ ഉണ്ട് ആ പ്രദേശത്ത്. അവരെയൊക്കെ ഈ മറ്റു പ്രൈവറ്റ് ലോൺ കൊടുക്കുന്ന ഏജൻസികളാണ് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഏജൻസികളെയൊക്കെ മുൻനിർത്തി തന്നെയാണ് ഡിവൈഎഫ്ഐ പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും പണമിടപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ആ ദുരന്തബാധിത പ്രദേശത്തെ നിരാലംബരായവരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനവുമായിട്ട് വന്നാൽ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതേസമയത്ത് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ വയനാട്ടിന് വേണ്ടി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചായക്കടകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയാണ് ഫണ്ട് സമാഹരിക്കുന്നത്. അതിനെതിരെ ബിജെപി ഇന്നലെ രംഗത്ത് വരുന്ന സാഹചര്യമില്ലായിരുന്നു. അത് എറണാകുളത്താണ്. എറണാകുളത്ത് ഒരു കൌൺസിലർ ബിജെപിയുടെ, അത് 24 ചാനലിന്റെ ഒരു റിപ്പോർട്ടർ ആണ് ഞങ്ങളെ വിളിച്ച് ആദ്യം ഇത് പറയുന്നത്. അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടെ അനാവശ്യമായി ഒരു ബഹളത്തിന് ഒരു കൌൺസിലർ എന്ന ആള് വന്നിട്ട്, ബിജെപിയുടെ കൌൺസിലർ വന്നിട്ട് അനാവശ്യമായി ബഹളം വെക്കുന്നു. അവർ തന്നെ നിങ്ങൾക്കൊക്കെ തന്ന 1-2 ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ആദ്യം അവർ പറയുന്നുണ്ട് ലൈസൻസ് ഇല്ല. പിന്നെ അവരുടെ ആശങ്ക എന്താ, ഇത് പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമോ, ഈ പെട്ടിയിൽ ഇവരുടെ ഈ ബക്കറ്റിലുള്ള പണം എണ്ണി തിട്ടപ്പെടുത്തണോ, അതായത് അവരുടെ സൂക്കേട് എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അവതരിപ്പിക്കുന്നത്. ഒരു വല്ലാത്ത നമ്മളൊരു അസ്വസ്ഥതയിൽ ഒരു അസഹിഷ്ണുത അവരുടെ മുഖത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൈസൻസ് ഇല്ലാത്തതല്ല പ്രശ്നം. ഒരു താൽക്കാലിക കടയാണ്, ഒരു 1-2 ദിവസം മാത്രം ഈ വയനാടിന് വേണ്ടി, ഈ അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കട തുടങ്ങുന്നതാണ്. അത് ആർക്കും ബുദ്ധിമുട്ടില്ല. നാട്ടിലെ ജനങ്ങളൊക്കെ അതിനോട് സഹകരിച്ച് എല്ലാവരും കൂടി അതിന് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ വന്ന് വലിയ രീതിയിൽ അവരുടെ ഒരു ആ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അസഹിഷ്ണുതയൊക്കെ അതിജീവിക്കും ഈ നാട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ അവർ പറയാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ? അല്പം വകതിരിവുണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി അവരെ ഉപദേശിച്ച അദ്ദേഹത്തോട് പറയണം, അവർ കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കണമെന്ന്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ഒന്നും ഈ കേരളത്തിൽ വില പോകില്ല. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയെ ഈ നാടിനറിയാം. കഴിഞ്ഞ പ്രളയകാലത്ത് 12 കോടി രൂപ, കോവിഡ് കാലത്ത് 12 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ ഏറ്റവും കൃത്യമായ രീതിയിൽ ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നും അത് വയനാടിന്റെ ഈ പുനർനിർമ്മാണത്തിന് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് വിനിയോഗിക്കുമെന്നുള്ളതും ഈ നാടിന്റെ ഉറപ്പാണ്. അത് ഞങ്ങൾ പാലിക്കും. അതെ, തീർച്ചയായിട്ടും അത് പരമാവധി സഹായം വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വീട് 25-ൽ കൂടുതൽ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഗവൺമെന്റ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ പണം സ്വരൂപിക്കൂ, അത് കഴിഞ്ഞുള്ള
ഈ ചർച്ചയിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് അപ്പോൾ പറയും. പൊതുവിൽ നല്ല പ്രതികരണമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പൊ അതിലൊരു അസ്വസ്ഥതയാണ് ബി ജെ പി പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ബി ജെ പി ഒരു കേരള വിരുദ്ധ മനോഭാവം പൊതുവിൽ പ്രകടിപ്പിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കുന്നു എന്നത് ബി ജെ പിക്ക് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാത്രമല്ല, ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഇവിടെ മറ്റെല്ലാ ആളുകളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നത് ഈ കേരളത്തിന്റെ ഈ ഐക്യത്തെയും ഒരുമയെയും ബി ജെ പി വല്ലാതെ ഭയപ്പെടുകയാണ്. അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഒരാളെ രംഗത്തിറക്കിയിട്ട് ഒരു നാടകം കളിക്കുന്നത്. നേരത്തെ സുരേന്ദ്രന്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുമാത്രമല്ല, പ്രളയത്തിന്റെ ഘട്ടത്തിൽ കേരളത്തിന് അനുവദിച്ച അരിയുടെ കാശ് തിരിച്ചു വെച്ച അനുഭവമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിലേക്ക് തെരച്ചിലിന് വന്ന ഹെലികോപ്റ്ററിന്റെ വാടക അടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തവരാണല്ലോ ബി ജെ പി. അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ട് കൂടാൻ മാത്രമേ ഇടയാക്കൂ. അതുകൊണ്ട് ബി ജെ പിയുടെ പരമാവധി ആളുകൾ ഞങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നോളൂ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മുന്നിൽ നിന്ന് പ്രതിരോധിക്കും. ബി ജെ പിയുടെ തീർച്ചയായിട്ടും CMDRF-നൊക്കെ എതിരായി പ്രചരണം സംഘടിപ്പിക്കുന്നവർ ഏത് താല്പര്യക്കാരാണ് നമുക്കറിയാലോ. അപ്പൊ അതിലിപ്പം പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കാര്യം മനസ്സിലായി. കാരണം ഇവരുടെ കൂടെ ജനങ്ങൾ നിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഈ CMDRF-ലേക്ക് തന്നെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ഇതിന് എതിരായി നിൽക്കുന്ന ആളുകൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാവാത്ത കുറച്ചാളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ മറുപടി അർഹിക്കുന്നില്ല. അവരെല്ലാം കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് CMDRF-ലേക്ക് ഒഴുകിയെത്തുന്ന പണത്തിന്റെ അളവ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൽ മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. CMDRF-ന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം മാധ്യമങ്ങൾ നല്ലപോലെ പങ്കുവഹിച്ചു എന്നും ഈ സമീപ അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യം ബി ജെ പി നേതൃത്വത്തോടു കൂടി ചോദിക്കണം. ഡിവൈഎഫ്ഐ ഇങ്ങനെ തെരുവിൽ ചായക്കട നടത്തി വയനാടിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു കൌൺസിലർ വന്ന് ബഹളം വെച്ച് അക്രമം നടത്തി അവിടെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരിശോധിക്കണം. അവർ ഇതിനൊരു മറുപടി പറയണം. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും. വലിയ രീതിയിൽ അവരെ പോയിട്ട് പിന്നെ ഇന്റർവ്യൂ നടത്തുന്നു. അപ്പോൾ ഇവരെന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഒരു ഭാഗത്തുനിന്ന് വരിക. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താ എല്ലാവർക്കും അറിയാം. സുതാര്യമായി ഏറ്റവും കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. അവിടെ ചായക്കട അവിടെ മാത്രമല്ല, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പൊ ഇന്നലെ കൽപ്പറ്റയിൽ തന്നെ ഈ പ്രശ്നം ബാധിച്ച കൽപ്പറ്റയിൽ തന്നെ ഒരു ചായക്കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടങ്ങി. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു. അപ്പോ ഇതിനെതിരെയൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ പൊതുവെയുള്ള ഈ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന സംസാരങ്ങളുമായി വരുന്ന ബി ജെ പി പ്രവർത്തകയുടെ നിലപാടിനോട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് യോജിപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കണം.